ഉത്തർപ്രദേശിൽ ലക്നോ ബ്രിട്ടീഷ് റെസിഡൻസി വളരെയധികം സുന്ദരമായ ഒരു സ്ഥലം. നമ്മുടെ പുരാവസ്തു ഗവേഷകർ അത് വളരെ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. നമ്മൾക്ക് അവിടെ കയറിയാൽ എത്ര നേരം ഇരുന്നാലും പുറത്തേക്ക് വരുവാൻ താല്പര്യമുണ്ടാവില്ല. 33 ഏക്കർ സ്ഥലം മുഴുവൻ കാലുകൊണ്ട് നടന്നു കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ ഇലക്ട്രിക് സ്കൂട്ടറോ എന്തെങ്കിലും വാഹനങ്ങൾ വരുന്നവർക്ക് കാണാനുള്ള സൗകര്യത്തിന് ഏർപ്പെടുത്തേണ്ടതാണ്. അല്ലെങ്കിൽ പ്രായമുള്ളവർ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടി നടന്ന് കാണാൻ അവരെ കൊണ്ട് സാധിക്കില്ല. ഇവിടെ എന്തോരം കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു, ആർക്കും അറിയില്ല. എന്നിരുന്നാലും ഒരു 25 കെട്ടിടങ്ങളുടെ പേരുകൾ അവിടെ ബോർഡുകളിൽ വെച്ചിട്ടുണ്ട്. ആ ബോർഡുകളുടെ പേരും ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഈ ശിപായി ലഹള അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ അന്നത്തെ ബ്രിട്ടീഷ് കമ്മീഷണർ ശ്രീ ഹെൻറി ലോറൻസ്, ചീഫ് കമ്മീഷണർ ഓഫ് അവധ, ഡോക്ടർ ഫെരീസ് ഹൗസിൽ മരിച്ചു. അത് ഇന്ത്യക്കാർക്ക് ഒരു മാറ്റങ്ങൾക്കിടവരുത്തി. അങ്ങനെ കമ്പനി ഭരണം അവസാനിപ്പിച്ച് ബ്രിട്ടീഷ് ഭരണം തുടർന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരമാണെങ്കിലും ആ സമരത്തിൽ കാര്യമായ ജനങ്ങളും നാട്ടുരാജാക്കന്മാരോ പങ്കെടുത്തില്ല. എന്ത് ചെയ്യാം, നാട്ടുരാജാക്കന്മാർക്ക് അന്ന് പടയാളികൾ അല്ലെങ്കിൽ ഭടന്മാർ ഉണ്ടാവുകയായിരിക്കില്ല. കാരണം ബ്രിട്ടീഷുകാരോട് തന്മയത്വത്തോടുകൂടി അവരുടെ അടിമകളായി ജീവിക്കുന്നവരായിരുന്നല്ലോ നമ്മുടെ നാട്ടുരാജാക്കന്മാർ. എന്നാലും സ്വാതന്ത്ര്യ സമരം നടത്താനുള്ള ഒരു സന്നദ്ധ അന്നത്തെ ഈ ഭടന്മാർ കാണിച്ചല്ലോ. അതിൽ നമുക്ക് അവരെ അഭിമാനിക്കണം. ഈ പഴയ കെട്ടിടങ്ങൾ എല്ലാം പഴയ രീതിയിലോട്ട് ആക്കിയാൽ വളരെ നല്ലതായിരിക്കില്ലേ? സർക്കാരിൻ്റെ ശ്രദ്ധ അതിലേക്ക് തിരിയണം. ഈ പഴയ കെട്ടിടങ്ങൾ എങ്ങനെ നിന്നുവോ അതുപോലെ വീണ്ടും പുതുക്കി പണിയണം. എന്നാൽ ഇവിടെ വരുന്നവർക്ക് വളരെ സൗകര്യമായിരിക്കും ഓരോ കെട്ടിടം കാണാനും അത് മനസ്സിലാക്കി പെരുമാറാനും. ഇവിടെ പള്ളി ഉണ്ടായിരുന്നു, സെമിത്തേരി ഉണ്ടായിരുന്നു, മുസ്ലിം പള്ളിയും ഉണ്ടായിരുന്നു, ആശുപത്രി ഉണ്ടായിരുന്നു, എന്തിനു പറയുന്നു ആടിനെ കൊല്ലാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു, ജയിലുണ്ടായിരുന്നു, ഭടന്മാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നു, അവർക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള അടുക്കള ഉണ്ടായിരുന്നു. ഒരു ആധുനിക പട്ടണത്തിൽ വേണ്ടതെല്ലാം ഈ 33 ഏക്കറിലും ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരിക്കൽ പോയി കാണണേ. എന്നിട്ട് ആ സ്വാതന്ത്ര്യ സമരം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. കുതിരയുടെ കുളമ്പടി, വെടിപൊട്ടുന്ന സ്ഥലം, അതൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കൂ. അന്നേരേ നമുക്ക് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരോട് ബഹുമാനം തോന്നുകയുള്ളൂ. ഈ വെടിയുണ്ടകൾ തറച്ച കെട്ടിടങ്ങളാണ് ഭൂരിഭാഗം കാണുന്നത്. ഈ വെടിയുണ്ടകൾ കൊണ്ട് ഇതൊന്നും തകർന്നതല്ല, കാലക്രമേണ തകർന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സർക്കാർ ഇത് പഴയ രൂപത്തിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണണം, സബ്സ്ക്രൈബും ചെയ്യണം. എൻ്റെ ചാനലിൻ്റെ പേര് ശല്യം എഫ്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ തുടർന്നും കാണാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഒരു മ്യൂസിയമുണ്ട്, വളരെ സുന്ദരമായ മ്യൂസിയം. പഴയ കെട്ടിടങ്ങളുടെ ഫോട്ടോകൾ അവിടെ കാണാം. ആ കെട്ടിടങ്ങളുടെ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം ഈ കെട്ടിടങ്ങളുടെ ഭംഗി. അവിടെ വീഡിയോ എടുക്കാനോ അനുവാദമില്ല, ഫോട്ടോ എടുക്കാം. പ്രത്യേക ചാർജില്ല. ഒറ്റ ടിക്കറ്റിൽ ആ മ്യൂസിയവും കാണാം.